ഇനി വരുമോ ആ നല്ല നാൾ ഓർമ്മകളിൽ മൂവന്തിയായി. ഇപ്പോൾ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് ഒരു സിംഗറായിട്ട് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ന്യൂ ബീഡ് എടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? ഞാനും അത് എടുക്കേണ്ടിരിക്കും. പ്രണയപ്പൂ വിടർന്നത് ജന്നത്തുൽ ഫിർദൗസിൽ, പരമദയാലു റഹിമിൻ കാരുണ്യ നിറവിൽ. ജിന്നിൻ്റെ കോട്ട കാണാൻ ദൈവനാമത്തിൽ. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. നമ്മൾ സിനിമയിൽ എനിക്ക് കുറച്ചും കണ്ട യൂസ് ജയരാജേട്ടൻ്റെ എനിക്ക് ഒരു വിഷമം അതാണ്. ജയരാജേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്, കോട്ടയം ജില്ലക്കാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരിക്കലും എൻ്റെ പാട്ടുകൾ അധികം വന്നിട്ടില്ല. ഞാനെപ്പോഴും അത് പറയാറുണ്ട്. ഞാൻ പറഞ്ഞു നമുക്കിനി പാടണ്ട, എന്നുവെച്ചാൽ നമ്മുടെ ഒരുമിച്ചുള്ള വർക്ക് വേണ്ടെന്ന് ഞാൻ വിഷമമായിട്ട് ഞാൻ പറഞ്ഞു ജയരാജേട്ടനടുത്ത്. എടാ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എന്നൊക്കെ പറയും. പന്നക്കിളി, ജിന്നിൻ്റെ കോട്ടയാണ്. അതിൻ്റെ തന്നെ 2 പാട്ടുണ്ട്. അലാമുക്ക് സൂദ് എന്ന് പറഞ്ഞിട്ട് ഒരു അറബിക് സോങ് ഉണ്ടായിരുന്നു. പിന്നെ ആനച്ചന്തം. ഇതിലൊക്കെ ഞാൻ പാടിയ പാട്ടുകൾ എന്തെങ്കിലും കാരണവശാൽ അത് സിനിമയിൽ വരാതെ വരും. ചിലത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരു പക്ഷേ അങ്ങനെ ഒരു യോഗമായിരിക്കും, അപ്പോൾ അതുകൊണ്ട് ജയരാജേട്ട അത് നമുക്ക് വേണ്ട എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ നല്ല പാട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൊക്കെ ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ഗൾഫിലൊക്കെ ഈ ജിന്നിൻ്റെ കോട്ട കാണാൻ അലാമുക്ക് സൂദൊക്കെ ഒരുപാട് ഹിറ്റായിരുന്നു അവിടുത്തെ FM സ്റ്റേഷൻസിലൊക്കെ. അപ്പോൾ അതൊരു ഡ്യുവറ്റ് സോങ് ആയിരുന്നു. കൈതപ്പുറം വിശ്വനാഥൻ അദ്ദേഹമാണ് അതിൻ്റെ ഒരു ഓർഗനൈസ് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ട്രഡീഷണൽ സോങ്സ് ആയിരുന്നു അത് ഒരുമിച്ച് എല്ലാം കൂടെ ചേർത്ത് അതിൽ 1-2 പാട്ടുകളെ എൻ്റെ അടുത്ത് ശ്രദ്ധിക്കപ്പെട്ടു. ദൈവനാമത്തിൽ നിന്നൊരു മൂവിയായിരുന്നു. അതെ, ഇനി ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഫേവറേറ്റ് സോങ്സ് തന്നെയാണ്. പക്ഷേ ഇനി സാറ് ചൂസ് ചെയ്യാണ് ഒരു പാട്ട് ഈ ഒരു കരിയറിൽ ഒരു സോങ്, വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സോങ് ചോദിച്ചാൽ ഏതാ പറയുക? സ്പെഷ്യലായിട്ടുള്ള സോങ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു പാട്ട് പാടി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഒരു പണിയോടെ ചെയ്തിട്ടുണ്ട്. അത് കുപ്രസിദ്ധ പയ്യൻ എന്ന് പറഞ്ഞിട്ട് ടോവിനോടൊരു മൂവി ഉണ്ടായിരുന്നു. അപ്പം മധുബാലേട്ടനായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. 2 പേര് ഉദയനാൻ മനോജ് വയ്ക്കങ്കാരാണ്, എനിക്കറിയാവുന്നവരായിരുന്നു. എൻ്റെ അച്ഛനും ചെറിയൊരു റോൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീം എന്ന് പറഞ്ഞാൽ ഔസേപ്പച്ചൻ, ശ്രീകുമാരൻ തമ്പി, ഔസേപ്പച്ചൻ, 2 തമ്പി സാറും ഔസേപ്പച്ചൻ സാറും കൂടെ ആയിരുന്നു. അങ്ങനെ ഒരു ടീമിൽ നമുക്കൊരു പാട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒരു ഒപ്പന സോങ് ആയിരുന്നു. പ്രണയപ്പൂ വിടർന്നത് ജന്നത്തുൽ ഫിർദൗസിൽ, പരമദയാലു റഹിമിൻ കാരുണ്യ നിറവിൽ എന്നൊരു പാട്ടാണത്. അത് അപ്പം നീ തന്നെ അത് പാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം അവിടെ ഇരുന്ന് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്ത്. ഞാനിത് ആരോടും പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ ആയിരങ്ങളിൽ ഒരുവനായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്ന ആരും ശ്രദ്ധിക്കില്ല. ഒരു ടൈറ്റിലാണ് വന്നത്. എന്നാലും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് തമ്പി സാറിൻ്റെ ഒരു പാട്ട്, ഔസേപ്പി സാറിൻ്റെ ഒരു പാട്ട്, അങ്ങനെയൊക്കെ. ഒരു പക്ഷേ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും, ഇപ്പോൾ സിംഗിങ് കരിയർ ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായി തീരുന്നേനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ബികോം പഠിച്ചു ഏതെങ്കിലും ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിറ്റ് ഫേമിലോ അങ്ങനെ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്ത് അങ്ങനെ പോകാനേ ചാൻസ് ഉള്ളൂ. പാട്ട് പാടുന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ. അതെ അതെ അതെ, അത്രയും. ഓക്കെ, ഇപ്പം ഒരുപാട് മഹാരഥന്മാരുടെ അടുത്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനിയുള്ള വിഷസ് എന്തൊക്കെയാണ്? ഇന്ന ആൾക്കാരുടെ കൂട്ടത്തിലൊക്കെ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? അല്ല, പുതിയ കമ്പോസേഴ്സ് വരുമ്പോൾ എനിക്കത് ഇഷ്ടമാണ് അവരുടെ. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇപ്പം പുതിയ ആൾക്കാർ അവരുടെ പാടുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ പാടിയ പാട്ടുകൾ കേട്ടിട്ടാണ് അവർ വരുന്നത്. പക്ഷേ അതുപോലെയല്ല ഇപ്പോൾ ഇരിക്കേണ്ടത് ശരിക്കും, അല്ലേ? ഇപ്പം ട്രെൻഡ് മാറി. ഇപ്പം പുതിയ ആൾക്കാർ അവരെപ്പോലെ നമ്മൾ പാടിയില്ലെങ്കിലും ഒരു പുതിയ സിറ്റുവേഷൻ വരുമ്പം നമുക്കത് എത്രത്തോളം ഒരു മോഡേണായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിലെ കുട്ടികൾക്കും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതാക്കാനൊരു ശ്രമം ഞാൻ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമാണ് പുതിയ കമ്പോസേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉള്ളവർ, കൺഫ്യൂസ്ഡ് ഐഡിയ ഉള്ളവരടുത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാജിക്കൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് അതാണ്. അവർക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് അറിയാം. ഒരു സിനിമയിൽ കമൽ സാറിൻ്റെയൊക്കെ മധുരതമ്പരക്കാറ്റൊക്കെ 4 പ്രാവശ്യമൊക്കെ 4 ട്യൂണൊക്കെ ഞാൻ പാടി അയച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ട്യൂൺ എപ്പോഴും ഓക്കെ ആവുള്ളൂ. കാരണം അദ്ദേഹത്തിന് അറിയാം ഏതാണെന്നുള്ളത്. എന്ന് പറയുന്നത് തന്നെ പുതിയ കമ്പോസേഴ്സ് വന്നാലും അവരുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മളെ പാടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അവരുടെയും കൂടെ ഒരു പാട്ട് പുതിയ കമ്പോസേഴ്സിൻ്റെ പാടണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ പുതിയ ട്രെൻഡിൽ പാടണം എന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള കംപ്ലീറ്റ് ശ്രമവും ഞാൻ ചെയ്യാറുണ്ട്.
ഇപ്പോൾ ഈ അഡാപ്റ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ലൈവ് സ്റ്റേജസിൽ ഒരുപാട് ചേഞ്ചസ് വന്നത് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റാപ്പേഴ്സിൻ്റെ ഒക്കെ ഒരു അതായത് ഒരു നെഗറ്റീവ് സൈഡായിട്ട് എപ്പോഴും സോഷ്യൽ മീഡിയ ഉയർത്തി കാണിക്കുന്നത് പലരെങ്കിലും ട്രാക്ക് ഇട്ടിട്ട് അതിന് ചുണ്ടനക്കാറാണ് പതിവ് എന്നുള്ളൊരു ഒരു കോൺവെർസേഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു വിവാദങ്ങളെയൊക്കെ എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത്? അല്ല, ലൈവിന് നമ്മൾ ലൈവായിട്ട് പാടുക തന്നെ വേണം. ഇപ്പോൾ ഒരു ടി വി ഷോസിന് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നമ്മുടെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര എക്സ്പ്രസീവായിട്ട് ഭയങ്കര വേർത്ത് കുളിച്ച് ഇങ്ങനെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ എന്താണ് ഇയാൾ ചെയ്യണമെന്ന് ആൾക്കാർക്ക് തോന്നും ഇല്ലേ? കാരണം അത് ക്യാമറയൊക്കെ വെച്ച് ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് അവിടെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞ് രണ്ടാമത് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ റിയാലിറ്റി ഷോസിലൊക്കെ ഞാനും ഇന്ത്യൻ മ്യൂസിക് ലീഗ് എന്ന് പറഞ്ഞൊരു ഇത് ചെയ്തിട്ട് പല ഷോ കൈരളിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ സംഭവം ചിലപ്പോൾ ആദ്യം ഒന്ന് പാടിയെടുത്തിട്ട് രണ്ടാമത് റീടേക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, ആക്ടിങ് പോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ലൈവിൽ പാടുമ്പോൾ അത് പ്ലസ് ഇട്ട് പാടുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനൊരു അതിനെക്കുറിച്ച് ഞാനൊരിക്കലും ചെയ്തിട്ടില്ല അങ്ങനെ ലൈവിൽ. പിന്നെ ടി വി ഷോസിലല്ലേ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പാടി റീടേക്ക് ചെയ്യുകയും അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വലി അത് കുറച്ചുകൂടെ നമ്മൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടി അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അത് പ്രശ്നമൊന്നും, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഹ്യൂമൻ ത്രോട്ട് എന്ന് പറയുന്നത് ചെറിയ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതൊരിക്കലും നമ്മളൊരു ട്യൂണർ വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയുള്ളൂ. ഇപ്പോൾ ഈ ഷോസ് റിലേറ്റഡ് ആയിട്ട് തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ട്രാവലും ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സാറിൻ്റെ ഇൻസ്റ്റ എടുത്ത് നോക്കിയാലും റീൽസിലും പ്ലേസസിൽ പോയത്, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തത്, ഒരു ചെറിയൊരു വ്ളോഗിങ് ഒരു ടൈപ്പൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും. ഞാൻ ട്രാവലിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ എവിടെ ചെന്നാലും ഒരു മൈക്കും ഒരു ആംപ്ലിഫയറും കാണും എല്ലായിടത്തും, ഏത് വീട്ടിൽ ചെന്നാലും. ഇപ്പോൾ ഈവൻ ഷോസ് US പോകുന്ന സമയത്ത് ഒരുപാട് വീടുകളിൽ പോകുമല്ലോ, അത് മാത്രമേ ഉള്ളൂ ടെൻഷൻ. ഞാൻ പറയും, നമ്മൾ 24 hours നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. വേറൊരു ഫംഗ്ഷന് ചെല്ലുമ്പോഴും അത് എവിടെ ചെന്നാലും ഒരു ആംപ്ലിഫയറും മൈക്കും. ഇപ്പം കല്യാണ വീട്ടിൽ ചെന്നാലും മറ്റേ വേറെ എന്ത് ഫംഗ്ഷൻ ചെന്നാലും അത് മാത്രമേ എനിക്കൊരു അത്ര ഒരു സുഖമായിട്ട് തോന്നാറില്ല. കാരണം നമ്മളവിടെ ചെല്ലുന്നത് ആൾക്കാരെ കാണാനും അവരായിട്ട് വർത്താനം പറയാനും. അപ്പോൾ ഈ സംസാരിച്ച് നമ്മുടെ ത്രോട്ടും ഒക്കെ ഒരു സ്ട്രെയിൻഡ് ആവും. അപ്പോൾ പിന്നെ അവിടെ പാടാനൊരു അത് വേറൊരു മൂഡാവും. അപ്പോൾ അതും ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരു പ്രോഗ്രാം വെച്ചോളൂ, നമ്മൾ പ്രോഗ്രാം ചെയ്യും. അവർക്ക് സെപ്പറേറ്റ് ഒരു സെഷൻ കൊടുത്തിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പബ്ലിക്കിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു സെഷൻ കൊടുത്താൽ കുറച്ചുകൂടെ അവർക്ക് തോന്നാൻ. ഈവൻ എനിക്ക് ഓർമ്മയുണ്ട്, ചേട്ടനും ഞാനും കൂടെ PJ അച്യുതനും ചെന്നൈയിൽ കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ പാടുമ്പോൾ മുമ്പിലിങ്ങനെ ഈ പാത്രത്തിൻ്റെ ശബ്ദമാണ് മുമ്പിൽ അവർ ഫുഡ് കഴിക്കണതിൻ്റെ പ്ലേറ്റിൽ. അപ്പം ഞാൻ ചേട്ടൻ എന്തിനാ ഈ അതിനിപ്പോൾ എന്താ നമ്മുടെ പ്രൊഫഷനല്ലേ, എന്താ പൈസ കിട്ടും, നമ്മളത് നോക്കിയാൽ പോരെ എന്ന് പറയും. കാരണം ചേട്ടൻ അങ്ങനെയൊന്നും ശ്രദ്ധിക്കില്ല, ആര് ഇരുന്നാലും ചേട്ടൻ പാടാനുള്ള പാടിയിട്ട് പോകും. പക്ഷേ എനിക്കതൊരു വിഷമം തോന്നാറ്, കാരണം ഇത്രയും സീനിയർ ആയിട്ടുള്ള സിംഗറല്ലേ. ദാസേട്ടനൊക്കെ ആണെങ്കിൽ പറയും, നിങ്ങൾ പാട്ട് കേൾക്കാനാണെങ്കിൽ ഇരിക്കുക അല്ലെങ്കിൽ പോവാ എന്ന് പറയും. അങ്ങനെ പറയാറുണ്ട് അല്ലേ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സിംഗേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളിൽ അല്ലെങ്കിൽ കമ്പോസേഴ്സിൻ്റെ ഇടന്നൊക്കെ കിട്ടിയിട്ടുള്ള ബെസ്റ്റ് അഡ്വൈസസ് ഒക്കെ എന്തൊക്കെയാണ്? ഏറ്റവും അധികം എനിക്ക് വിദ്യാജിയുടെ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നീ പാടിയാൽ നിന്നെ മാതിരി ഇരിക്കണം എന്ന് പറയാറുണ്ട്. അതാണ് എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും നമുക്ക്. ഇപ്പോൾ ചിലപ്പം ബാലുസാറിനെ ആയിരിക്കാം, എനിക്കെന്നല്ല പുതിയ സിംഗേഴ്സിന്, അല്ലെങ്കിൽ ദാസേട്ടനെ ആയിരിക്കാം, അല്ലെങ്കിൽ ജയേട്ടനെ ആയിരിക്കാം, അല്ലെങ്കിൽ ശ്രീമാരേട്ടനെ ആയിരിക്കാം. പക്ഷേ അപ്പോഴും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റായി മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ വോയിസ് മാനറിസംസ് നമ്മൾ ചെയ്യണം. ഇപ്പോൾ പ്രമദവനം എന്നൊരു പാട്ട് പാടുമ്പോൾ നമ്മൾ ഒരിക്കലും വേറൊരു രീതി നമുക്ക് പാടാൻ പറ്റില്ല അല്ലേ. കുറച്ചൊക്കെ അത് വരും, പക്ഷേ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവണമെന്ന് അത് വിദ്യാജിക്ക് വളരെ നിർബന്ധമായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതുകൊണ്ട് നമ്മുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ തിരിച്ചറിയും ആൾക്കാർ, ഇത് ഇന്നയാളല്ല മറ്റേ ആളല്ല, ഒരു പുതിയ ആളാണെന്നെങ്കിലും, അല്ലെങ്കിൽ പുതിയ ആൾ ഇൻ ദി സെൻസ് നമ്മൾ വേറൊരാളാണെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ശ്രീമാരേട്ടനാണോ ഇതല്ല, ശ്രീമാരേട്ടനല്ല ചേട്ടനാണോ, അങ്ങനെ ചിന്തിക്കില്ല. ചെറിയ സിമിലാരിറ്റീസ് തോന്നുമെങ്കിലും അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് പറയാമോ? കുറേ ആൽബംസാണ് ചെയ്തിരുന്നത്, മൂവീസ് അങ്ങനെ ഒരുപാട് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ചെയ്യുന്നുള്ളതല്ലാതെ അതങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട മൂവീസൊന്നും ആയിരുന്നില്ല. അതിന് മുമ്പ് ചെയ്തത് ഉമ്മറത്തെ ചെമ്പകത്തെ എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഹരിനാരായണനും ഗോപി സുന്ദറും കൂടെ ഇവൻ മര്യാദരാമൻ എന്നൊരു പടം അത് ചെയ്തിരുന്നു. പിന്നെ തങ്കമണി ചെയ്തിരുന്നു, അത് പറയാതെ നിൽക്കാൻ നിർത്തിയില്ല. പുതിയ ഒരു കൂട്ടുകെട്ടായിരുന്നു, ലിറിക്സും മ്യൂസിക്കും ഒക്കെ. അതിൽ ദിലീപേട്ടൻ്റെ കുറേ നാൾക്ക് ശേഷം ചെയ്തൊരു സോങ്ങായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി ഇറ്റിറ്റ് വീഴുന്നതിൻ്റെയും ഒരു അത് ആക്ച്വലി നേരത്തെ ചെയ്ത സോങ്ങാണ്. പക്ഷേ ആ സിനിമ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് രഘുനാഥ് പരമേശ്വരാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ദ്രജിത്തും ഭാമ വേണുചേട്ടനൊക്കെ നേരത്തെ ചെയ്തതാണ്. മൂവി കുറേ നാൾ മുമ്പ് ചെയ്തതാണ്. പക്ഷേ ഈ സോങ്ങിൻ്റെ വിഷ്വൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഗിരീഷേട്ടൻ്റെ ഇനിയൊരു പാട്ട് നമുക്ക് കിട്ടില്ല. ശരത്ത് ശരിക്കും ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള വളരെ അടുപ്പമുള്ളൊരു വ്യക്തിയാണ്. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിക്കോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗം എന്നുള്ള രീതിക്കോ അത്രയും കാര്യമുള്ളതാണ്. അപ്പം ഗിരീഷേട്ടൻ്റെ പാട്ടിൽ ഇനി ശരത്ത് മ്യൂസിക് ചെയ്തൊരു പാട്ട് നമുക്കൊരിക്കലും ഇനി കിട്ടില്ല. അപ്പോൾ അത് ഒരു ചെറിയൊരു പോസ്റ്റർ വെച്ചിരുന്നത് ഒരു ഓഡിയോ മറ്റും കണ്ട് നേരത്തെ ഇറങ്ങി എന്നുള്ളതല്ലാണ്ട് ഇതിനൊരു വിഷ്വൽ. അപ്പോൾ എനിക്ക് തോന്നി ഒരു ലിറിക്കൽ വീഡിയോ ചെയ്യണം തോന്നി ഗിരീഷേട്ടൻ്റെ പാട്ട് വെച്ചിട്ട്. സാധാരണ ഇതിക്ക് ശരത്തിൻ്റെ പാട്ടിലുള്ള ഒരു വലിയ കുനിഷ്ടും ഭയങ്കര ഒരു സംഭവങ്ങളും അതിനകത്തില്ല. ഒരു സിംപ്ലിസിറ്റി ഉണ്ട്, നല്ല ഒരു നിഷ്കളങ്ക പ്രണയത്തിൻ്റെ തന്നെ ഒരു വരികളാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടും കൂടെ തോന്നി ഞങ്ങളൊരു ചെറിയൊരു ഷൂട്ട് ചെയ്തു, അതിനൊരു ചെറിയൊരു എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് സത്യം ഓഡിയോസ് പ്രേം അത് ഇറക്കാമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യൂത്ത് ഇപ്പം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ഡബ്ഡ് സോങ്സും ഒരിടയ്ക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഹാപ്പി വി ഹാപ്പിയിൽ നമ്മുടെ അല്ലു അർജുൻ സാറിൻ്റെ അല്ലു അർജുൻ്റെ കുറേ സോങ്സ് ഞാൻ പാടിയിട്ടുണ്ട് ആ സമയത്ത്. അതെനിക്ക് തോന്നുന്നത് ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ അത് എക്സ്പോസർ കിട്ടുമായിരുന്നു. കാരണം ഡബിങ് മൂവീസൊക്കെ ഇപ്പം റീസെൻ്റായിട്ട് അല്ലു അർജുൻ്റെ മൂവീസൊക്കെ ഭയങ്കര ഹിറ്റല്ലേ. അപ്പം ആനന്ദ നീ എൻ്റെ പൗർണമി രാഗിണിയായി വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കവറൊക്കെ ചെയ്യണ കാണാറുണ്ട്. പിന്നെ നിൻ കള്ളനാണം, അതുപോലെ തന്നെ കുറേ പാട്ടുകൾ. നിമിഷം, അതെ അതെ അതെ, അങ്ങനെ കുറേ അല്ലു അർജുൻ്റെ ആ സമയത്ത് കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഏതൊരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് റിയൽ ആയിട്ട് നമ്മൾ ആളുകളുടെ അടുത്തു നിന്ന് വരുന്നതാണല്ലോ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അവാർഡ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വിഭാഗം റെക്കഗ്നീഷൻസും ഉണ്ട്. കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയും അതിന് ഇന്ന ഇതിലുള്ള സിംഗേഴ്സിന് മാത്രമേ റെക്കഗ്നീഷന് പരിഗണിക്കാൻ പാടുള്ളൂ. ഇപ്പം നമ്മുടെ നഞ്ചിയമ്മയുടെ ഒക്കെ ഒരു സമയത്ത് അവാർഡിന് പരിഗണിച്ച സമയത്ത് വലിയൊരു വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സാർ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവാർഡിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് വേറെയാണ്. നമ്മൾ വളരെ അപൂർവമായിട്ട് ചില സമയത്ത് കൊമേഴ്സ്യൽ സോങ്സിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കൺഫ്യൂസ്ഡാണ് ആ ഒരു കാര്യത്തിൽ. അവാർഡിൻ്റെ കാറ്റഗറിയിൽ വേണ്ടത് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള നല്ല കമ്പോസിഷൻസ്, നല്ല വരികൾ, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നാറുണ്ട്, അല്ലേ? കാരണം എന്ന് വെച്ചാൽ ആരും കേൾക്കാത്തൊരു പാട്ടിന് അവാർഡ് കിട്ടുക, ആ പാട്ട് ഒരിക്കലും ആരും പാടാറുമില്ല. പിന്നെ ഉള്ളത് വളരെ അപൂർവമായിട്ട് ഇപ്പോൾ എനുണ്ടോടി പോലുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ അറിയാതെ, അങ്ങനെ കുറേ ഹിറ്റ് ഗാനങ്ങളുണ്ട്. അങ്ങനെയുള്ള പാട്ടുകൾക്ക് തന്നെയാണ് ശരിക്കും കിട്ടേണ്ടത്. അല്ലെങ്കിൽ പിന്നെ ഈ അവാർഡ് മൂവീസ്, ഈ ആർട്ട് മൂവീസിൻ്റെ ഒരു കാറ്റഗറി വേറെ വെക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ അതൊക്കെ. അല്ലാതെ ശരിക്കും പറയുകയാണെങ്കിൽ കിട്ടേണ്ടത് ശരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ നല്ല വാല്യൂ ഉള്ള ലിറിക്കലിയും അല്ലെങ്കിൽ മ്യൂസിക്കലിയും സിംഗിങ് വൈസും ഒക്കെ അങ്ങനെയാണ് കിട്ടേണ്ടതെന്ന് എനിക്കൊരു തോന്നാറുണ്ട്. ഇപ്പം മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് ഒരു സിംഗറായിട്ട് കടന്നു വരണം എന്നാഗ്രഹിക്കുന്ന ഒരു ന്യൂ ബീഡ് എടുത്ത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? ഞാനും അത് എടുക്കേണ്ടിരിക്കും. ഹാർഡ് വർക്ക് എന്നുള്ളത് വലിയ അത്യാവശ്യമുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ ഭാഗ്യം ഉണ്ടാവണം. ദൈവാധീനമെന്നോ ഈശ്വരാനുഗ്രഹമെന്നോ എന്തുവേണമെങ്കിൽ പറയാം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നാലേ രക്ഷപ്പെടുള്ളൂ. ഒരുപാട് ഹൈ ടാലൻ്റ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് നമുക്ക് പ്രയോജനമുണ്ട്, ചെയ്യും. അതൊരു അവസരം കിട്ടിയാൽ പ്രയോജനം ചെയ്യും. പക്ഷേ ഭാഗ്യം എന്നൊരു കാര്യം കൂടെ ഉണ്ട്. അത് രണ്ടും ഒരുപോലെ വന്നാൽ ഇൻഡസ്ട്രിയിൽ എല്ലാ കാര്യത്തിലും അതെ, പ്രത്യേകിച്ച് സിനിമയിൽ. കാരണം സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രത്യേക കാറ്റഗറിയാണല്ലോ. എൻ്റെ എക്സ്പോഷർ കൂടുതലാണ്. അപ്പം സാധാരണ ഒരു ജോലി ചെയ്യുന്ന പോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കണം. അത് എല്ലാത്തിനും വേണ്ട ഭാഗ്യം എന്ന് പറയുന്നൊരു എലമെൻ്റ് അതാണ്. പിന്നെ അതനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം അപ്കമിങ് റിലീസ് വരാൻ പോകുന്ന സൂപ്പർ സ്റ്റാർ കല്യാണിയിലും ഒരു മനോഹരമായിട്ടുള്ള സോങ് സാർ പാടിയിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. ഒരു നൊസ്റ്റാൾജിക് സോങ്ങാണ്. ഞാൻ പാടിയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ടുള്ളൊരു സോങ്ങാണ്. ഒരു ചെറിയൊരു നോവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനോഹരമായിട്ടത് ചെയ്തിട്ടുണ്ട്. നല്ല വരികളും അതുപോലെ തന്നെ മ്യൂസിക്കും സുരേഷ് കാർത്തിക് എന്ന് പറഞ്ഞിട്ട് നല്ല, എനിക്ക് തോന്നുന്നത് പാടിയിട്ടുള്ള കാറ്റഗറി ഓഫ് സോങ്സിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടായിരിക്കും. രജീഷാണ് എഴുതിയിരിക്കുന്നത്, ഡയറക്ടർ തന്നെ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നന്നായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സിനിമയും നന്നായിട്ട് വരട്ടെ, ഞാനത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആ ഒരു സിനിമയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. സിനിമ മൊത്തത്തിൽ എന്തൊരു തീമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്? ആനുകാലിക പ്രാധാന്യമുള്ളൊരു തീമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ സിനിമ റിലീസാകാൻ പോകുന്നില്ലല്ലോ. സിനിമ ഞാനതാ പറഞ്ഞ വെയിറ്റിംഗ് അതാണ്. അപ്പോൾ അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ പുതിയ ആൾക്കാരിൽ നിന്ന് നമുക്ക് അവരെപ്പോഴും ചിന്തിക്കുന്നത് അവരുടെ ആദ്യത്തെ ഒരു മൂവിയിൽ എന്താണ് നമുക്ക് ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലമെൻറ്റ്സ് നോക്കുകയും എന്നാൽ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഫ്രഷായിട്ട് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അവരുടെ ഇപ്പം ഡയറക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആർട്ട് വർക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ കുറേ കാര്യങ്ങൾക്ക് അവർക്കൊരു പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർക്കൊരു ചിന്തയുണ്ടാവും. അപ്പോൾ അതൊരു നല്ലൊരു പ്രൊഡക്റ്റ് അതിനകത്ത് നിന്ന് കിട്ടും. അവരുടെ ഒരു ഹാർഡ് വർക്ക്, അവരുടെ ഒരു സ്വപ്നമാണ്. അതിൻ്റെ കൂടെ ഞാനും ചേർന്നു, അത്രയേ ഉള്ളൂ. നമുക്ക് ആ ചിത്രത്തിലെ സോങ് ഒന്ന് കേട്ടാലോ? ഷുവർ.
ഇനി വരുമോ ആ നല്ല നാൾ, ഓർമ്മകളിൽ മൂവന്തിയായി. ഇനി വരുമോ ആ നല്ല നാൾ. മനോഹരമായിട്ടുള്ളൊരു സോങ്ങാണ് അല്ലേ. എന്തായാലും ചിത്രത്തിനും സാറിൻ്റെ ഇനി ഇറങ്ങാനിരിക്കുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാവിധ ഭാവുകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.